എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഹെൽത്ത് കെയർ സെക്ടറിൽ പെടുന്ന മികച്ച സ്റ്റോക്കുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യം ഈ സെക്ടറിൽ നിക്ഷേപിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നോക്കാം. ജീവിതശൈലി രോഗങ്ങളുടെ വർധനവും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ചെലവ് വർദ്ധിക്കുന്നതും കണക്കിലെടുത്ത് പ്രാപ്യവും താങ്ങാനാവുന്ന വിലയുമുള്ള മെഡിക്കൽ സേവനങ്ങൾക്കായുള്ള ആവശ്യം വർദ്ധിച്ചു വരികയാണ്. മാത്രമല്ല, ആരോഗ്യ ഇൻഷുറൻസും സർക്കാർ സഹായവും വർദ്ധിച്ചു വരുന്നതാണ് ആരോഗ്യ സംരക്ഷണ വിപണിയുടെ വളർച്ചയെ മുന്നോട്ട് നയിക്കുന്നത്. 2016 $110 ബില്യൺ ആയിരുന്ന ഇന്ത്യൻ ആരോഗ്യ സംരക്ഷണ വിപണി 2025 ആകുമ്പോഴേക്കും $638 ബില്യൺ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2024 കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാക്കളിൽ ഒന്നായ ആരോഗ്യ സംരക്ഷണ മേഖല മൊത്തത്തിൽ ഏകദേശം 7.5 ദശലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുന്നു. 2024 ആദ്യ 5 മാസങ്ങളിൽ സ്വകാര്യ ഇക്വിറ്റി, വെഞ്ചർ, മൂലധന നിക്ഷേപങ്ങൾ എന്നിവ ഏകദേശം $1 ബില്യൺ മറികടന്ന് മുൻ വർഷത്തേക്കാൾ 220% വർധനവ് രേഖപ്പെടുത്തി. ഇത് ഈ മേഖലയുടെ അഭൂതപൂർവമായ വളർച്ച എടുത്തു കാണിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ, വരുമാനത്തിലെ വർധനവ്, ജീവിതശൈലി രോഗങ്ങളുടെ വർദ്ധിച്ചു വരുന്ന വ്യാപനം എന്നിവയാണ് ഈ മേഖലയുടെ വമ്പിച്ച വളർച്ചാ സാധ്യതകളെ മുന്നോട്ട് നയിക്കുന്നത്. 2027 ആകുമ്പോഴേക്കും ആശുപത്രി വ്യവസായത്തിന്റെ വരുമാനം ഇരട്ടിയിലധികം വർദ്ധിച്ച് $219 ബില്യൺ ആയി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2024-25 ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ സർക്കാർ ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. രാജ്യത്തിന്റെ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി $6.8 ബില്യൺ ക്രെഡിറ്റ് പ്രോത്സാഹന പരിപാടി അവതരിപ്പിക്കാൻ ഇന്ത്യൻ സർക്കാർ പദ്ധതിയിടുന്നു. കൂടാതെ ദേശീയ ആരോഗ്യ നയം, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ തുടങ്ങിയ തന്ത്രപരമായ സർക്കാർ നേതൃത്വത്തിലുള്ള സംരംഭങ്ങൾ ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്ക് ശക്തി പകരുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ആരോഗ്യ സംരക്ഷണ മേഖല ശക്തി പ്രാപിക്കുന്ന ഈ സാഹചര്യത്തിൽ വലിയ വളർച്ച കൈവരിക്കാൻ സാധ്യതയുള്ള ഇന്ത്യയിലെ മികച്ച ആശുപത്രി സ്റ്റോക്കുകൾ നോക്കാം. ഈ ലിസ്റ്റിൽ ആദ്യമായി നാരായണ ഹൃദയാലയയാണ്. നാരായണ ഹൃദയാലയ സാധാരണക്കാർക്കായി ചെലവ് കുറഞ്ഞ ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒന്നിലധികം സ്ഥലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ ഒരു ശൃംഖല തന്നെ ഇതിനുണ്ട്. ആശുപത്രി ശൃംഖലയുടെ വികസനത്തിന്റെ ഭാഗമായി അടുത്തിടെ കാമനബേയിൽ ഒരു പുതിയ ആശുപത്രി ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി സേവനം നൽകുന്നതിൽ നാരായണ ഹൃദയാലയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. രോഗികളുടെ ഡിസ്ചാർജ് സംബന്ധമായ കാര്യങ്ങൾ ലളിതമാക്കാനായി ഈ അടുത്തായി AI സംവിധാനം ആരംഭിച്ചുകൊണ്ട് കമ്പനി AI വിഭാഗത്തിലേക്കും പ്രവേശിച്ചു. കൂടാതെ കമ്പനിയുടെ ഡിജിറ്റൽ അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് സിസ്റ്റം നവീകരിച്ചു. NH ആപ്പ്, വെബ്സൈറ്റ്, ക്യൂ മാനേജ്മെന്റ്, OPD കൺസൾട്ടേഷനുകൾക്കായുള്ള കിയോസ്കുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ സംവിധാനങ്ങളെല്ലാം നിലവിൽ വന്ന ശേഷം കൺസൾട്ടേഷനുകളുടെ 60% ഡിജിറ്റലായി ബുക്ക് ചെയ്യുന്നതായി മാനേജ്മെന്റ് സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് രോഗികൾക്കുള്ള കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നു. നാരായണ ഹൃദയാലയയുടെ 2025 സാമ്പത്തിക വർഷത്തെ 4ാം പാദത്തിലെ ഫലങ്ങൾ പരിശോധിക്കാം. സംയോജിത അറ്റാദായം 3.41% വർദ്ധിച്ച് 197.21 കോടി രൂപയും, വരുമാനം 18.39% വർദ്ധിച്ച് 1475.44 കോടി രൂപയുമായി. നികുതിക്ക് മുൻപുള്ള ലാഭം 13.86% വർധനവോടെ 253.02 കോടി രൂപയായി. വൻ നവീകരണ പ്രവർത്തനങ്ങളാണ് അടുത്ത 3-4 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കാൻ മാനേജ്മെന്റ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി ബംഗളൂരു, കൊൽക്കത്ത, റായ്പൂർ എന്നിവിടങ്ങളിലായി ഗ്രീൻഫീൽഡ് വികസനത്തിലൂടെ 1500 കിടക്കകൾ കൂടുതൽ ചേർക്കാൻ നാരായണ ഹൃദയാലയ ഉദ്ദേശിക്കുന്നു. ഇതിന്റെ ഗുണങ്ങൾ 2029 സാമ്പത്തിക വർഷം മുതൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ വില 1874 രൂപയ്ക്ക് അടുത്താണ്. ഒരു വർഷത്തെ ഉയർന്ന വില 1957 രൂപയും താഴ്ന്ന വില 1171 രൂപയുമാണ്. കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 38,244 കോടിയാണ്.
PE റേഷ്യോ 48.41 ഇൻഡസ്ട്രി PE 66.75 കഴിഞ്ഞ ഒരു വർഷത്തിൽ ഈ ഓഹരി 52% ലാഭമാണ് നിക്ഷേപകർക്ക് കൊടുത്തത്. കഴിഞ്ഞ 5 വർഷത്തിൽ 583% റിട്ടേൺ കൊടുത്തുകൊണ്ട് ഈ സ്റ്റോക്ക് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ സ്റ്റോക്ക് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അഥവാ കിംസ് ആണ്. ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഹെൽത്ത് കെയർ ഗ്രൂപ്പുകളിൽ ഒന്നാണ് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. കമ്പനി മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വിശാഖപട്ടണത്തിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്കും ഗ്യാസ്ട്രോ യൂണിറ്റിനും പുറമെ കിംസ് സമീപകാലത്ത് മറ്റൊരു ഏറ്റെടുക്കൽ കൂടി നടത്തി. വിശാഖപട്ടണത്തിലെ ഒരു പ്രധാന സ്ഥലത്തുള്ള 200 കിടക്കകളുള്ള ആശുപത്രിയായ ക്വീൻസ് NRI ഹോസ്പിറ്റലിന്റെ ഏറ്റെടുക്കൽ വിപണിയിൽ വലിയ പങ്ക് നേടാൻ കിംസിനെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. റോബോട്ടിക് സഹായത്തോടെയുള്ള ശസ്ത്രക്രിയയ്ക്കായി ഇൻറ്റ്യൂട്ടീവ് എന്ന സ്ഥാപനവുമായി കിംസ് ഹോസ്പിറ്റൽ അടുത്തിടെ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. കിംസിന്റെ 4ാം പാദത്തിലെ സാമ്പത്തിക ഫലങ്ങൾ പരിശോധിക്കാം. കിംസിന്റെ 4ാം പാദ അറ്റാദായം വാർഷികാടിസ്ഥാനത്തിൽ 55.41% വർദ്ധിച്ച് 101.8 കോടിയിലെത്തി. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള മൊത്തം വരുമാനം 25.73% വർദ്ധിച്ച് 796.9 കോടിയിലെത്തി. എബിറ്റ വാർഷികാടിസ്ഥാനത്തിൽ 24.4% വർദ്ധിച്ച് 203 കോടിയിലെത്തി. എബിറ്റ മാർജിൻ കഴിഞ്ഞ വർഷത്തെ 4ാം പാദത്തിൽ ഉണ്ടായിരുന്ന 25.5% നിന്നും 25.3% എന്ന നേരിയ കുറവ് രേഖപ്പെടുത്തി. ആവറേജ് റവന്യൂ പെർ ഒക്യുപ്പൈഡ് ബെഡ് വാർഷികാടിസ്ഥാനത്തിൽ 21% വർദ്ധിച്ച് 41,469 രൂപയും ആവറേജ് റവന്യൂ പെർ പേഷ്യൻ്റ് 8.4% വർദ്ധിച്ച് 1,49,069 രൂപയുമായി. നികുതിക്ക് മുൻപുള്ള ലാഭം മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് 34% വർദ്ധിച്ച് 134 കോടിയായി. ഇപ്പോൾ 649 രൂപയ്ക്കടുത്തുള്ള ഈ ഓഹരിയുടെ ഒരു വർഷത്തെ ഉയർന്ന വില 708 രൂപയും താഴ്ന്ന വില 406 രൂപയ്ക്കടുത്തുമാണ്. കിംസിന്റെ നിലവിലെ വിപണി മൂല്യം 25,925 കോടിയാണ്. PE റേഷ്യോ 67.42 ഇൻഡസ്ട്രി PE 66.75 കഴിഞ്ഞ ഒരു വർഷത്തിൽ ഈ സ്റ്റോക്ക് ഏകദേശം 57% എന്ന മികച്ച റിട്ടേൺ നൽകി. 2021 ലിസ്റ്റ് ചെയ്ത അന്ന് മുതൽ 4 വർഷം കൊണ്ട് ഈ സ്റ്റോക്ക് 218% കൂടുതൽ റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ലിസ്റ്റിൽ 3ാമതായി റെയിൻബോ ചിൽഡ്രൻസ് മെഡിക്കെയർ ആണ്. റെയിൻബോ ചിൽഡ്രൻസ് മെഡിക്കെയർ ലിമിറ്റഡ് ഇന്ത്യയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി പീഡിയാട്രിക്, പ്രസവ ചികിത്സ, ഗൈനക്കോളജി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ആശുപത്രി ശൃംഖല നടത്തുന്നു. നവജാത ശിശു സംരക്ഷണം, പീഡിയാട്രിക് ഇൻറ്റൻസീവ് കെയർ, പീഡിയാട്രിക് മൾട്ടി സ്പെഷ്യാലിറ്റി സേവനങ്ങൾ, പീഡിയാട്രിക് ക്വാട്ടേണറി കെയർ, പ്രസവ ചികിത്സ, ഗൈനക്കോളജി തുടങ്ങിയ വിപുലമായ സേവനങ്ങൾ റെയിൻബോ വാഗ്ദാനം ചെയ്യുന്നു. 6 നഗരങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 16 ആശുപത്രികളുടെ രാജ്യത്തെ ഏറ്റവും വലിയ പീഡിയാട്രിക് ആശുപത്രി ശൃംഖലയാണിത്. 2024 ജൂലൈയിൽ സിലിഗുരിയിലെ ബാലാജി ഹെൽത്ത് കെയറുമായി സഹകരിച്ച് റെയിൻബോ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ അതിൻ്റെ സെന്റർ ഫോർ കൺസൾട്ടേഷൻസ് ആരംഭിച്ചു. സാമ്പത്തിക പ്രകടനം വിലയിരുത്തുമ്പോൾ റെയിൻബോ ചിൽഡ്രൻസ് മെഡിക്കെയർ 2025 സാമ്പത്തിക വർഷത്തെ 4ാം പാദത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 8.5% വർധനവോടെ 370.11 കോടി രൂപയുടെ വരുമാനം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഉണ്ടായിരുന്നത് 341.1 കോടി രൂപയാണ്. ഈ പാദത്തിലെ അറ്റാദായം 10.52% വർദ്ധിച്ച് 56.34 കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ നേടിയത് 50.97 കോടി രൂപയാണ്. കമ്പനിയുടെ എബിറ്റ മാർജിൻ 6 ബേസിസ് പോയിന്റിന്റെ വർധനവ് രേഖപ്പെടുത്തി 31%. റെയിൻബോയുടെ മൊത്തത്തിലുള്ള ഒക്യുപ്പൻസി നിരക്കിലും ക്രമാതീതമായ വർധനവ് രേഖപ്പെടുത്തുന്നു. കൂടാതെ അടുത്തിടെ കമ്മീഷൻ ചെയ്ത ആശുപത്രികൾ ഉൾപ്പെടെയുള്ള പുതിയ ആശുപത്രികൾ ഏകദേശം 40% ഒക്യുപ്പൻസി നിരക്ക് രേഖപ്പെടുത്തി. വരും പാദങ്ങളിൽ ഇത് ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
കൂടാതെ കുടുംബങ്ങളുടെ രോഗപ്രതിരോധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി മികച്ച 5 വാക്സിൻ നിർമ്മാണ കമ്പനികളുമായി ചേർന്ന് അഡൾട്ട് വാക്സിനേഷൻ ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന പൈലറ്റ് പ്രൊജക്ട് കമ്പനി ആരംഭിച്ചു. മുന്നോട്ടു പോകുമ്പോൾ 2027 സാമ്പത്തിക വർഷത്തോടെ ശേഷി 2595 കിടക്കകളായി ഉയർത്താൻ റെയിൻബോ പദ്ധതിയിടുന്നു. റെയിൻബോ ചിൽഡ്രൻസ് മെഡിക്കെയർ അടുത്ത 3 വർഷത്തിനുള്ളിൽ 7 മുതൽ 7.5 ബില്യൺ രൂപയുടെ മൂലധന നിക്ഷേപം പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ 1440 രൂപയ്ക്കടുത്ത് വിലയുള്ള ഈ ഓഹരിയുടെ ഒരു വർഷത്തെ ഉയർന്ന വില 1710 രൂപയ്ക്കടുത്തും താഴ്ന്ന വില 1079 രൂപയുമാണ്. സ്റ്റോക്കിന്റെ നിലവിലെ വിപണി മൂല്യം 14,627 കോടിയാണ്. PE റേഷ്യോ 60.09 ഇൻഡസ്ട്രി PE 66.75 കഴിഞ്ഞ ഒരു വർഷത്തിൽ ഈ സ്റ്റോക്ക് 11.28% എന്ന താരതമ്യേന കുറഞ്ഞ റിട്ടേൺ ആണ് നൽകിയതെങ്കിലും 2022 ലിസ്റ്റ് ചെയ്തത് മുതൽ 215% കൂടുതൽ ലാഭം കൊടുത്തുകൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഈ മേഖലയിൽ ശ്രദ്ധിക്കാവുന്ന മറ്റു മികച്ച സ്റ്റോക്കുകൾ അപ്പോളോ ഹോസ്പിറ്റൽസ് എന്റർപ്രൈസ്, ആസ്റ്റർ DM ഹെൽത്ത് കെയർ ലിമിറ്റഡ്, മേദാന്ത, ഫോർട്ടിസ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് എന്നിവയാണ്. ആരോഗ്യ സംരക്ഷണം മനുഷ്യജീവിതത്തിൻ്റെ ഒരു അനിവാര്യ ഘടകമാണ്. അതിൻ്റെ ലഭ്യതയും താങ്ങാനാവുന്ന വിലയും ഒരു സമൂഹത്തിൻ്റെ ക്ഷേമത്തെ സാരമായി ബാധിക്കുന്നു. ആരോഗ്യ സംരക്ഷണ വ്യവസായത്തിൽ ആശുപത്രികൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ, ടെലിമെഡിസിൻ, ഔട്ട്സോഴ്സിംഗ്, മെഡിക്കൽ ടൂറിസം, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയും അതിലേറെയും ഉൾപ്പെടുന്നു. എന്നിരുന്നാലും ഈ സെക്ടറും പൂർണ്ണമായി റിസ്കുകളിൽ നിന്നും മോചിതമല്ല. ഹെൽത്ത് കെയർ ഓഹരികളിൽ നിക്ഷേപിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: ഹെൽത്ത് കെയർ ഓഹരികൾ സ്ഥിരത വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും അവ വിപണിയിലെ ചാഞ്ചാട്ടം, റെഗുലേറ്ററി റിസ്കുകൾ, ക്ലിനിക്കൽ ട്രയൽസിൽ വരാനിടയുള്ള അനിശ്ചിതത്വങ്ങൾ എന്നിവയ്ക്ക് വിധേയമാണ്. അതിനാൽ ഒരു നിക്ഷേപ തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഈ ഘടകങ്ങൾ ശ്രദ്ധാപൂർവം വിലയിരുത്തിയാവണം നിക്ഷേപ തീരുമാനം എടുക്കേണ്ടത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റേ സേഫ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.